ചെന്നൈ ഈ മത്സരത്തിന് മുമ്പ് തന്നെ ഈ ടോസിന് മുമ്പ് തന്നെ തോറ്റൊരു ഫീലായിരുന്നു. ഇപ്പോൾ സഞ്ജുവിൻ്റെ ഫസ്റ്റ് ബോൾ ടെക്കിനേക്കാൾ ഉപരി ആ ടീമിൻ്റെ സെലക്ഷൻ തന്നെ അവിടെ പാളിയിട്ടുണ്ട്. അതായത് പിന്നെ ഒരു ഡു ഓർ ഡൈ മത്സരമായിരുന്നു. ഇന്നലെ ചെന്നൈ ഒരുപക്ഷെ ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ 25 റൺസിനെങ്കിലും അവരെ 25 റൺസിനെങ്കിലും ജയിക്കണം എന്നുള്ള ഇക്വേഷനായിരുന്നു. രണ്ടാമത് ബാറ്റ് ചെയ്യുകയാണെങ്കിൽ ചേസിങ്ങിലാണെങ്കിൽ 17.2 ഓവറിനുള്ളിൽ വിജയിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് പ്രതീക്ഷ എന്നുള്ള അത്രയും വലിയൊരു സിറ്റുവേഷൻ ആയിരുന്നു. ആദ്യം ബാറ്റ് ചെയ്യുന്നു, ഗുജറാത്ത് ബാറ്റ് ചെയ്യുന്നു, 230 റൺസ് എടുക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം ടോസ് കിട്ടിയിട്ടും ചെന്നൈ ചേസിംഗ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതിലെ ഏറ്റവും പ്രധാനം ഏറ്റവും രസകരമായ കാര്യം, കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഏറ്റവും നന്നായി പന്തെറിഞ്ഞ അഖിൽ ഹുസൈൻ എന്ന താരം, അദ്ദേഹത്തെ പുറത്തിരുത്തിയാണ് ചെന്നൈ ഈ പ്ലേയിങ് 11 സെലക്ട് ചെയ്തിരിക്കുന്നത്. അഖിൽ ഹുസൈനെ പുറത്തിരുത്താനുള്ള കാരണം എന്താണ് എന്ന് ഒട്ടും വ്യക്തമല്ല ഈ ഒരു ടീം സെലക്ഷനിൽ. ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരിക്കുകൾ അലട്ടിയ സീസണായിരുന്നു. അവരുടെ തോൽവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് പരിക്ക് തന്നെയായിരുന്നു. ഒരുപാട് പേർ, ആയുഷ് മാത്രേ, ഖലീൽ അഹമ്മദ്, ഓവേർട്ടൺ, അങ്ങനെയുള്ള ഒരുപാട് പേർ പരിക്ക് കാരണം പുറത്തു പോകുന്നത് കണ്ടിട്ടുണ്ട്. എങ്കിൽ കൂടിയും കഴിഞ്ഞ മത്സരത്തിൽ, അത്രയും വലിയൊരു മത്സരത്തിൽ, ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷനിൽ അഖിൽ ഹുസൈൻ എന്ന ഏറ്റവും നന്നായി പെർഫോം ചെയ്ത ഒരു ബോളറെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ടീം സെലക്ഷൻ. അതിനുശേഷം ചെന്നൈയുടെ ബോളേഴ്സിൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ അവരെന്താണ് ചെയ്തത്, ഒരു ഇൻറ്റൻഷനോട് കൂടി പന്തെറിയുക എന്നുള്ള ആ ഒരു രീതി ചെന്നൈക്ക് നഷ്ടപ്പെട്ടിട്ട് ഒരു 1-2 സീസണായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വിക്കറ്റ് ടേക്കിംഗ് ബോളർ ഇല്ല. വെറുതെ ഒരു 5-6 ബോളുകൾ എറിയുന്നു, പോകുന്നു. ആ രീതിയിൽ തന്നെ ഒരു എഫേർട്ട് എടുത്ത് ബോൾ ചെയ്യുന്ന ആരെങ്കിലും ആ ടീമിലുണ്ടോ എന്നുള്ളത് മഷീട്ട് നോക്കിയാൽ പോലും കാണാത്തൊരവസ്ഥയാണ്. ഇതിൽ കമ്പോജിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. കമ്പോജ് ആദ്യ മത്സരങ്ങളിലൊക്കെ നന്നായിട്ട് പന്തെറിഞ്ഞു, വിക്കറ്റുകൾ ലഭിച്ചു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ആ സമയത്ത് പോലും കമ്പോജിന് വിക്കറ്റുകൾ ലഭിച്ചത് എങ്ങനെയാണ് എന്നുള്ളൊരു ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം കമ്പോജിൻ്റെ ബോളിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും വേരിയേഷനോ അല്ലെങ്കിൽ ബാറ്റ്സ്മാൻമാരെ കുഴക്കുന്ന ലൈനോ ലെങ്തോ ഒന്നുമില്ലാതെ ആദ്യ മത്സരങ്ങളിൽ അദ്ദേഹം അത്രത്തോളം എക്സ്പോസ്ഡ് അല്ലാത്തത് കൊണ്ട് ബാറ്റ്സ്മാൻമാർ ആ സമയത്ത് ഇതേ വിക്കറ്റ് ലഭിച്ചു. പിന്നീടുള്ള അവസാനത്തെ 7 മത്സരങ്ങൾ നമുക്കറിയാം, LSGക്കെതിരെയുള്ള മത്സരത്തിൽ തുടർച്ചയായി 8 പന്തുകളിൽ 8 സിക്സറുകൾ നമ്മൾ കണ്ടതാണ്. മിച്ചൽ മാർഷും അടിക്കുന്നു, അതുപോലെ തന്നെ നിക്കോളാസ് പൂരനും അടിക്കുന്നു. അതായത് ആ സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ പന്തുകൾക്ക് പ്രത്യേകിച്ച് ഒരു വേരിയേഷനും ഇല്ല. ഒരു 6 പന്തുകൾ, ശരി, ഇതാണ് എൻ്റെ ജോലി എന്ന രീതിയിൽ അദ്ദേഹം വന്ന് പന്തെറിഞ്ഞ് പോകുന്നു. ആ രീതിയിലാണ് കഴിഞ്ഞ മത്സരത്തിലും അദ്ദേഹത്തിന്, അതായത് ഈ IPL ഏറ്റവും കൂടുതൽ സിക്സറുകൾ വഴങ്ങിയ താരമായി കമ്പോജ് മാറുന്നത് നമുക്ക് കണ്ടു. അവസാന 4 മത്സരങ്ങൾ അദ്ദേഹത്തിന് 14ൻ്റെ അടുത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു ഓവറിലെ എക്കണോമി ആയിട്ട് വന്നിരിക്കുന്നത്.